إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവലോകരക്ഷിതാവായ സർവ ചരാചരങ്ങളുടെയും സൃഷ്ടാവും സംവിധായകനും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ അഖിലവും സദാ സത്യസന്ധമായി പുലർത്തി പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും അനുസരിച്ച് ശരിയായ ഈമാനും ഇഖ്ലാസും തഖ്വയും ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിതം നയിക്കുകയും അന്തിമമായി അള്ളാഹുവിന്റെ തൃപ്തിയും ഇഷ്ടവും നേടിയവരായി മരിച്ചു പോവുകയും ചെയ്യുന്നതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെയല്ല സഹോദരി സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈ ഐഹികമായ ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി സുഭിക്ഷമായി സന്തോഷമായി ജീവിക്കുവാനാണ് എല്ലാ മനുഷ്യന്മാരും ഇഷ്ടപ്പെടുന്നത്. അവന് നല്ല വീടുണ്ടാകണം, നല്ല ആരോഗ്യമുണ്ടാകണം, സാമ്പത്തികമായ കഴിവുണ്ടാകണം, ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണം, സ്വസ്ഥമായി ജീവിക്കാൻ കഴിയണം. ഇതൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹവും അഭിലാഷവുമായി കാണുന്നവരാണ് മനുഷ്യന്മാർ. എന്നാൽ ഇതിന് മറുഭാഗത്തുള്ള കുറെ കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യന് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ വരുന്നു. രോഗങ്ങൾ വരുന്നു, കഷ്ടപ്പാടുകൾ വരുന്നു, ദുരിതങ്ങൾ വരുന്നു, മഹാദുരന്തങ്ങൾ വരുന്നു. ഇതൊക്കെ നമ്മൾ അറിയാത്ത, നമ്മൾ നിനക്കാത്ത സമയങ്ങളിൽ ഓരോ വ്യക്തിയിലും സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരാളും സത്യത്തിൽ ഇഷ്ടപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല, അത് താല്പര്യത്തോടു കൂടി ആരും കാണുന്നില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനെ പഴിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതെങ്കിലും എതിരായ സംഗതികളെയൊക്കെ പഴിക്കുകയും ചെയ്യുന്നവരാണ് മനുഷ്യന്മാർ. അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും പോലെ തന്നെ ഒരു നാണയത്തിന്റെ മറുപുറം എന്ന നിലയിൽ സംഭവിക്കുന്ന ഒരു സ്വാഭാവികമായ സംഗതിയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞത്. അത് രണ്ടും കൂടിയതാണ് യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറഞ്ഞാൽ. ഇത് രണ്ടും മനുഷ്യന്റെ ജീവിതത്തിൽ അത്യാവശ്യങ്ങളാണ്. ദീനിയായ ഒരു വീക്ഷണത്തിലൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതം വിജയത്തിലെത്തുവാൻ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ രണ്ടാകുന്നു. ഈ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളും ജീവിതത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും നമുക്കുണ്ടാകണം. ആ സൗകര്യങ്ങളോടുകൂടി തന്നെ ജീവിതത്തിൽ ദുരന്തങ്ങളും പ്രയാസങ്ങളും വന്നു ചേരുക എന്നതും മനുഷ്യന്റെ നന്മയുടെ ഭാഗമായിട്ടുള്ളതാണ് എന്നാണ് ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ വിശ്വസിക്കേണ്ടത്. എന്തിനാണ് അങ്ങനെ നമുക്ക് ദുരന്തങ്ങൾ തരുന്നത്, എന്തിനാ പ്രയാസങ്ങൾ തരുന്നത് എന്ന് ചോദിച്ചാൽ
വഴികേടിലൂടെ സഞ്ചരിക്കുന്നവരായ ആളുകൾക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകാൻ വേണ്ടിയാണ്. ഏത് സമൂഹത്തിലാണ് ഏറ്റവും അധികം സാംസ്കാരികമായ അരാജകത്വങ്ങളും തോന്നിവാസങ്ങളും കൂടുന്നതെന്ന് ചോദിച്ചാൽ, സാമ്പത്തികമായും ജീവിതത്തിന്റെ സൗകര്യങ്ങൾ അഭിവൃദ്ധിയിൽ എത്തിയ ഏതൊരു സമൂഹമുണ്ടോ അവിടെയൊക്കെയും മനുഷ്യന്മാരുടെ സാംസ്കാരികമായ ജീവിത നിലവാരം തകർന്നതായിരിക്കും എന്നതൊരു പച്ചയായ പരമാർത്ഥമാണ്. എന്നാൽ പട്ടിണിപ്പാവങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്കിടയിൽ ഇത്തരം കാര്യങ്ങൾ കുറവായിരിക്കും എന്നതും സത്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാൻ കാരണം? അവർക്കതിന് നേരമില്ല. അവർ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയുള്ള അശ്രാന്തമായ പരിശ്രമങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ലോകത്ത് നടക്കുന്ന സുഖാഡംബരങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ അവർക്ക് നേരം കിട്ടുന്നില്ല എന്നതാണ് ഇതിന്റെ വസ്തുത. അപ്പോ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരിക എന്ന് പറയുന്നത് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളൊരു നിയമമാണ്. ആ നിയമം എന്തിനാണ് വെച്ചത്? മനുഷ്യൻ നന്നാകാൻ വേണ്ടിയാണ്. മനുഷ്യന്റെ വഴികേടുകളെ തിരുത്തി നേർക്കുനേരെ പോകാനുള്ള മാനസികാവസ്ഥ അവനിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിനെന്താ തെളിവ്? അത് അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബലിക ഫഅഖദ്നാഹും ബിൽ ബഅസായി വല്ലറാ ലഅല്ലഹും യതളറഊൻ فلولا إذ جاءهم بأسنا تضرعوا ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون. ഇതാണ് അല്ലാഹു തആല പറയുന്നത്. വലഖദ് അർസൽനാ, തീർച്ചയായും നാം നിയോഗിച്ചിരിക്കുന്നു, ഇലാ ഉമമിൻ മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമൂഹങ്ങളിലേക്കൊക്കെയും മാർഗദർശകന്മാരായിക്കൊണ്ട് നബിമാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ നബിമാരുടെ കൽപ്പനയെ ധിക്കരിച്ചവരായ ആളുകളുണ്ട്. അവരെ നാം പ്രയാസങ്ങൾ കൊണ്ട് പിടികൂടിന. അത്തരം സമുദായങ്ങളെ ദുരന്തങ്ങൾ അനുഭവിപ്പിച്ചുകൊണ്ട് നാം പിടികൂടി. എന്തിനാണ് അവരെ ദുരന്തങ്ങൾ അനുഭവിപ്പിച്ചത്? ലഅല്ലഹും യതളറഊൻ, അവർ വിനയാന്വിതന്മാരായി തീരാൻ വേണ്ടിയാണ്. ജീവിതത്തിലെ സുഖാഡംബരങ്ങളിലൂടെ പോകുമ്പോ എല്ലാ ധാർമ്മികതകളെയും നിഷേധിച്ച് തള്ളിക്കൊണ്ട് പോകുന്ന ആളുകളിലേക്ക് ദുരന്തങ്ങൾ വരുമ്പോ അവന് തിരിച്ചറിവുണ്ടാവുകയും അവന്റെ കൈ അല്ലാഹുവിങ്കലേക്ക് ഉയരുകയും ചെയ്യാൻ അത് കാരണമാകും. ലഅല്ലഹും യതളറഊൻ എന്ന് പറഞ്ഞാൽ ഇതാബുൻ അലാ തർക്കി അദ്ദുആ. ഒരു മനുഷ്യൻ ജീവിതത്തിലെ സുഖാഡംബരങ്ങൾക്കിടയിൽ അള്ളാഹുവിങ്കലേക്ക് ഉയർത്താൻ ദുആ ചെയ്യാൻ മറന്നുപോകുന്നതിനെ ആക്ഷേപിച്ചുകൊണ്ടാണ് അല്ലാഹു തആല ഈ വചനം ഇറക്കിയത് എന്നാണ് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ തളർറു ഉണ്ടാകലാണ് മനുഷ്യന്റെ ജീവിതത്തിലുള്ള പരാജയങ്ങൾ. പ്രയാസകരമായ സാഹചര്യങ്ങൾ മനുഷ്യൻ ഉണ്ട് എങ്കിൽ അത് അനുഭവിക്കുമ്പോ തിരിച്ചറിവുണ്ടാകലാകുന്നു. അങ്ങനെ തിരിച്ചറിവ് നൽകലാകുന്നു അതിന്റെ ലക്ഷ്യമെന്നാണ് ഖുർആൻ പറയുന്നത്. ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തളറഊ, അങ്ങനെ അവർക്ക് നമ്മുടെ പരീക്ഷണങ്ങൾ വന്നെത്തിയിട്ട് അവർ വിനയാന്വിതരാകാത്തത് എന്തുകൊണ്ടാ? പരീക്ഷണകരമായ കാര്യങ്ങൾ വന്നെത്തുമ്പോ എന്തുകൊണ്ട് മനുഷ്യൻ വിനയാന്വിതനാകുന്നില്ല? വിനയാന്വിതന്മാരായി തീരാൻ വേണ്ടി അള്ളാഹുവിലേക്ക് കയ്യുയർത്തി അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ് ഈ പറയുന്ന പ്രയാസങ്ങൾ അല്ലാഹു തആല നിശ്ചയിച്ചത്. അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടായവരായ ആളുകൾ എന്തുകൊണ്ട് വിനയാന്വിതന്മാരാകുന്നില്ല എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. അതിന് രണ്ട് കാരണങ്ങളാണ്. ആ വിനയം ഇല്ലാതിരിക്കാനുള്ള കാരണം രണ്ടാണ്. എന്തൊക്കെയാണ്? വലാകിൻ ഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കട്ടിയായി പോയി എന്നതാണ് ഒന്നാമത്തെ കാരണം. അള്ളാഹുവിലേക്ക് കൈയുയർത്താൻ അവർക്ക് മടിയാകുന്നത് അവരുടെ ഹൃദയം കട്ടിയായത് കൊണ്ടാണ്. അതെങ്ങനെയാണ്? ഇപ്പൊ നമ്മുടെ നാട്ടിൽ മഴയില്ലാത്തതിന്റെ ഒരു പ്രയാസം നന്നായി മനുഷ്യന്മാരെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മഴയില്ലാത്തതിന്റെ പേരിൽ വെള്ളത്തിന്റെ കമ്മി, ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചൂട്, 40 ഡിഗ്രിയിലൊക്കെ മേലെ ചൂടുണ്ടാകുമ്പോ മനുഷ്യന്റെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമായി തീരുന്നു. ഒന്നും മര്യാദയ്ക്ക് കിടന്നിറങ്ങാൻ മനുഷ്യന് കഴിയാത്ത പ്രയാസകരമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മഴയില്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ കൈ അല്ലാഹുവിലേക്ക് ഉയരണം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇസ്തിസ്ഖാന്റെ നിസ്കാരം നടത്തണം. ഇതൊക്കെ ഉണ്ടാവുക എന്നതാണ് വിനയമുള്ളവരായ ആളുകൾ ചെയ്യേണ്ടതായ കാര്യം. മറിച്ച് ഇങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ ചില ആൾക്കാർ പറയുന്നു, മഴ എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതിയുടെ നിയമമാണ്. ആ പ്രകൃതിയുടെ നിയമം ഇപ്പം ഉണ്ടായിട്ടില്ലെങ്കിലും ഉണ്ടായിക്കൊള്ളും. അതുകൊണ്ട് അതിന്റെ പേരിൽ നമ്മൾ ബേജാറാകേണ്ടതില്ല
എന്ന് പറയുകയും അവന്റെ ഹൃദയം കടുകട്ടിയായി പോവുകയും ചെയ്യുന്നു. അവന്റെ കൈ അല്ലാഹുവിലേക്ക് ഉയർന്നില്ല, അവന്റെ ശബ്ദം പ്രാർത്ഥനയായി മാറുന്നില്ല. ഇതാണ് കട്ടിയായി പോയതിന്റെ ഒരു ലക്ഷണം. രണ്ടാമത്തെ കാരണമായി അല്ലാഹു തആല പറയുന്നത് എന്താ? വലാകിൻ കസത്ത് ഖുലൂബുഹും വസയ്യന ലഹുമുശ് ശൈത്താനു മാ കാനൂ യഅമലൂൻ. അവർ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാകുന്നു എന്ന് ശൈത്താൻ അവർക്ക് നല്ലതായി കാണിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ ശൈത്താൻ നല്ലതായി കാണിച്ചു കൊടുക്കുക. അള്ളാഹുവിങ്കലേക്ക് കൈ ഉയർത്തുന്നതിന് പകരം വേറെ പല കാര്യങ്ങളും ചെയ്യുകയും അതിലൂടെ മനുഷ്യൻ സമാധാനം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞു, മഴയില്ലാതായാൽ, പ്രയാസകരമായ സാഹചര്യം ഉണ്ടായാൽ നമ്മൾ നിസ്കാരം നിസ്കരിക്കണം. അത് കേരളത്തിൽ പല സ്ഥലങ്ങളിലും നടന്നു എന്നത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. നമ്മുടെ ഈ പള്ളി കേന്ദ്രീകരിച്ചും ഇസ്തിസ്കാന്റെ നിസ്കാരം നടത്തുകയുണ്ടായി. അപ്പൊ ഇങ്ങനെ ചെയ്യേണ്ടതിന് പകരം എന്ത് പറയാണ്? അതിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ നിസ്കരിക്കാൻ പോകുന്നവരായ ആളുകളെ കളിയാക്കുകയും തമാശയാക്കുകയും ചെയ്യുന്ന ചില പണ്ഡിത വര്യന്മാർ എന്ന് പറയുന്ന പൗരോഹിത്യ നേതാക്കന്മാർ പറയുന്നത് എന്താണ്? നിങ്ങൾ അതിനൊന്നും പോകേണ്ട ഒന്നുമില്ല. അത് മമ്പുറത്തെ ജാറത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് വെള്ളക്കൊടി എടുത്തിട്ട് ഒന്ന് തവാഫ് ചെയ്താൽ മതി. അങ്ങനെയാണ് പഴയ കാലത്തൊക്കെ ആൾക്കാർ ചെയ്തത്, അതുകൊണ്ട് മഴ കിട്ടിക്കൊള്ളും എന്ന് പറയുന്ന സുന്നത്തിന് വിരുദ്ധമായ തനിച്ച കുഫറിന്റെയും ശിർക്കിന്റെയും ആശയങ്ങൾ ആളുകൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഉത്തരവാദപ്പെട്ടവരായ ആളുകൾ ശ്രമിക്കുന്നു എന്നത് എന്തിന്റെ അടയാളാണ്? അങ്ങനെ ചെയ്താലും മഴ കിട്ടും എന്നുള്ള ഒരു മിഥ്യാധാരണ ശൈത്താൻ അവരിൽ ഉണ്ടാക്കി കൊടുക്കുകയും അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ഈ രണ്ട് കാരണങ്ങളാൽ എന്തുണ്ടാകുന്നില്ല? കൈ അള്ളാഹുവിങ്കലേക്ക് ഉയരുന്നില്ല, മനുഷ്യന്റെ പ്രാർത്ഥന അള്ളാഹുവിങ്കലേക്ക് ഉയരുന്നില്ല എന്നതാകുന്നു കാരണം എന്ന് ഖുർആൻ നമുക്ക് അടിവരയിട്ട് പറഞ്ഞു തരികയാണ്. അപ്പോ മഴ കിട്ടുക എന്നത്, മഴയ്ക്ക് വേണ്ടിയുള്ള പ്രയാസം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഗതിയാണ്. അതാകട്ടെ അള്ളാഹുവിങ്കൽ നിന്നും മാത്രം കിട്ടുന്ന ഒരു സംഗതിയാണ്. അള്ളാഹുവിന്റെ റഹ്മത്താണ്. അത് മനുഷ്യന്റെ കയ്യാലോ ഈ ലോകത്ത് ഉള്ള ഏതെങ്കിലും സംവിധാനങ്ങൾ കൊണ്ടോ നേടാൻ പറ്റാത്ത, അള്ളാഹുവിൽ മാത്രം ഖാസായിട്ടുള്ള അവന്റെ റഹ്മത്തിൽപ്പെട്ടതാകുന്നു. അള്ളാന്റെ കയ്യാലേ നടക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി പറയുന്നതാണ്. മഫാത്തിഹുൽ ഗൈബ്, ഗൈബിന്റെ താക്കോലുകൾ 5 ആകുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അദൃശ്യങ്ങളുടെ താക്കോലുകൾ 5 ആകുന്നു. അത് അള്ളാഹുവിന്റെ കയ്യിൽ മാത്രമുള്ളതാണ്. ഏതാണ് 5 കാര്യങ്ങൾ? ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, ഈ ലോകം എന്നാണ് അവസാനിക്കുക എന്നത് ലോകത്താർക്കും അറിയാത്ത ഒരു അദൃശ്യമായ കാര്യമാണ്. അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അള്ളാഹുവിന്റെ റസൂലിന് പോലും അള്ളാഹു തആല അറിയിച്ചു കൊടുത്തിട്ടില്ലാത്ത ഗൈബിയായ കാര്യമാണ്. രണ്ടാമത് പറയുന്ന കാര്യം എന്താ? വയുനസ്സിലുൽ ഗൈസ, അവനാകുന്നു മഴയെ വർഷിപ്പിക്കുന്നത്. മഴ വർഷിപ്പിക്കുന്നത് എപ്പോൾ, എവിടെയാണ് മഴ കിട്ടേണ്ടത്, ആർക്കാണ് അത് കൊടുക്കേണ്ടത്, എപ്പോഴാണ് നൽകേണ്ടത് എന്നതൊക്കെ തീരുമാനിക്കുന്നത് അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്ന് മാത്രമാണ്, അള്ളാഹുവിന്റെ റഹ്മത്ത് മാത്രമാണ്. അതിനെ ഭേദഗതി ചെയ്യാൻ ദുനിയാവിൽ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. മനുഷ്യൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൊക്കെ ഒരുപാട് വലിയ പുരോഗതികൾ നേടിയിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരല്പസമയത്തേക്ക് മഴ വർഷിപ്പിക്കുവാനുള്ള ഒരു സംവിധാനവും ഈ ലോകത്ത് മനുഷ്യൻ ഉണ്ടാക്കിയിട്ടില്ല. അത് സാധ്യവുമല്ല. കാരണം എന്താ? അത് അള്ളാഹുവിന്റെ ഖജനാവിലുള്ള കാര്യമാണ്. പിന്നെ പറയുന്ന കാര്യം എന്താ? വയഅലമു മാ ഫിൽ അർഹാം, ഗർഭപാത്രത്തിലുള്ള കാര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച്, അതിന്റെ ആദ്യാവസാന കാര്യങ്ങളെ കുറിച്ച് അത് അല്ലാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഏതൊരു മനുഷ്യൻ നാളെ എന്തുണ്ടാക്കാൻ കഴിയും, നാളെ എന്ത് സമ്പാദിക്കാൻ കഴിയുമെന്നതോ, ഏത് ഭൂമിയിൽ വെച്ചാണ് ഒരാൾക്ക് മരണം വിധിക്കപ്പെട്ടത് എന്നതോ ഒരു മനുഷ്യനും തന്നെ അറിയാൻ കഴിയുന്നതല്ല. അതൊക്കെ ആർക്കറിയുന്നതാണ്? അള്ളാഹ്ക്ക് മാത്രം അറിയുന്നതാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഇൽമിൽ മാത്രം ഒതുങ്ങുന്ന സംഗതികളുടെ കൂട്ടത്തിൽ അള്ളാഹു തആല എണ്ണിയിട്ടുള്ള കാര്യമാണ് മഴ എന്ന് പറയുന്ന സംഗതി. ആ മഴ അള്ളാഹുവിന്റെ റഹ്മത്താണ്. ആ റഹ്മത്ത് തടയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ കുറെ കാരണങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് ഇങ്ങനെയുള്ള പ്രത്യേകമായ ഒരു സന്ദർഭത്തിൽ അത്തരം പ്രയാസകരമായ കാര്യങ്ങൾ അല്ലാഹു തആല നമ്മളിലേക്ക് ഇട്ടുതരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആൻ പറയും ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അതായത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഉമ്മത്തിന് പ്രബോധനം നൽകുമ്പോ പറഞ്ഞിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ വിശദീകരിച്ച കൂട്ടത്തിൽ പറയാണ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമുദായത്തോട് പറഞ്ഞു ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുക. ഇന്നഹു കാന ഗഫാറാ,
തീർച്ചയായും അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാകുന്നു. അപ്പൊ പൊറുക്കുന്നവനായ നിങ്ങളുടെ റബ്ബിങ്കലേക്ക് നിങ്ങൾ പാപമോചനം തേടുക എന്ന് നൂഹ് നബി പറഞ്ഞു. ആ പാപമോചനം തേടിയാൽ അതിന്റെ ഫലം എന്താ? യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, നിങ്ങൾക്ക് അവൻ സുഭിക്ഷമായി മഴ വർഷിപ്പിച്ചു തരും. നിങ്ങൾക്ക് സുഭിക്ഷമായി അവൻ മഴ വർഷിപ്പിച്ചു തരും. മഴ വർഷിപ്പിച്ചു തരണങ്ങൾ എന്ത് വേണം? നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം. ഇസ്തിഗ്ഫാർ നടത്തേണ്ടത് എന്തുകൊണ്ടാണ്? പാപികളായതുകൊണ്ടാണ്. എന്താണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തിന്റെ അവസ്ഥ? അവർ വദ്, സ്വാഅ്, യൗസ്, യൗഖ്, നസ്ർ തുടങ്ങിയിട്ടുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അള്ളാഹുവിന് പുറമെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്തവരാണ്. അങ്ങനെയുള്ള സമൂഹത്തിലേക്കാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്തുമായി വരുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅവത്തിനെ അവർ തിരസ്കരിച്ചു, അവർ അംഗീകരിച്ചില്ല, അവർ പാപികളായി മാറി. അങ്ങനെ പാപികളായി മാറിയവരായ ആ സമുദായത്തിന് മഴ തടയപ്പെട്ടു. കാലങ്ങളോളം അവർക്ക് മഴയുണ്ടായില്ല. അവരുടെ ഈ കുഫറിന്റെയും ശിർക്കിന്റെയും വിശ്വാസങ്ങളുമായി അവർ മുന്നോട്ട് പോയപ്പോ, അഥവാ ദുനൂബ്, കുറ്റകരമായ കാര്യങ്ങൾ അവരിൽ പെരുകിയപ്പോ നേരെ നാളിലേക്ക് അല്ലാഹു തആല മഴ തടഞ്ഞു വെച്ചു. ആ സന്ദർഭത്തിലാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുന്നത്, ഖുൽതു ഇസ്തഗ്ഫിറൂ, നിങ്ങൾ പാപമോചനം തേടുക റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട്. ഇന്നഹു കാന ഗഫാറാ, തീർച്ചയായും അവൻ അങ്ങേറ്റം പാപങ്ങൾ പൊറുക്കുന്നവനാകുന്നു. അപ്പൊ പാപങ്ങൾ പൊറുക്കണമെങ്കിൽ വേണം ഇസ്തിഗ്ഫാർ നടത്തണം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഉത്റുകൂ മാ അൻതും അലൈഹി മിനദ്ദുനൂബ്, നിങ്ങൾ ഇതുവരെ ആയിക്കൊണ്ടിരിക്കുന്ന തെറ്റായ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം. വസ്തഗ്ഫിറൂ, നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യണം. മിൻഹ, നിങ്ങൾ ഏതൊരു കുറ്റകൃത്യത്തിലായിരുന്നോ ആ കുറ്റകൃത്യങ്ങൾ ഉപേക്ഷിച്ച് പാപമോചനം നിങ്ങൾ തേടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുള്ളൂ? യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, സുഭിക്ഷമായി അവൻ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും എന്ന് പറഞ്ഞത് അപ്പോഴാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നു, സലൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ചോദിക്കണം, ഗുഫ്റാന ദുനൂബിക്കും, നിങ്ങളുടെ കുറ്റങ്ങൾ പുറത്തു തരാൻ വേണ്ടി. വതൂബൂ ഇലൈഹി, നിങ്ങൾ അവങ്കലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യണം. മിൻ കുഫ്രിക്കും, നിങ്ങളുടെ ഈ നിഷേധ നിലപാടിൽ നിന്ന്, വഇബാദത്തി മാ സിവാ മിനൽ ആലിഹ, അള്ളാഹുവിന് പുറമെയുള്ള ആരാധ്യന്മാരെ ആരാധിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്ന കുറ്റത്തിൽ നിന്നും നിങ്ങൾ മുക്തി നേടി അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. എന്നിട്ട് വവഹിദൂഹു, നിങ്ങൾ അവന്റെ ഏകത്വത്തെ പ്രഖ്യാപിക്കണം. വഅഖ്ലിസൂ ലഹു അൽ ഇബാദ, അവന് മാത്രമായി നിങ്ങൾ ആരാധനകൾ അർപ്പിക്കണം. എങ്കിൽ അല്ലാഹു തആല നിങ്ങൾക്ക് പാപം പുറത്തു തരും. അങ്ങനെ ആ നിലക്ക് നിങ്ങളുടെ പാപം പൊറുക്കപ്പെട്ടവരാകുമ്പോ, നിങ്ങൾ പരിശുദ്ധന്മാരായി തീരുമ്പോ ആണ് അള്ളാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്കുണ്ടാവുക എന്ന അധ്യാപനമാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഉമ്മത്തിനെ പഠിപ്പിച്ചത്. ഈ പറയുന്ന കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അദാബ് ഉണ്ടാവും. രണ്ടു തരത്തിലാണ് അള്ളാഹുവിന്റെ അദാബ് ഉണ്ടാകുക. ഒന്ന് ദുനിയവിയായ അദാബ് ഉണ്ടാവും, പാരത്രിക ജീവിതത്തിൽ ഏതായിരുന്നാലും ഉണ്ടാകും. അങ്ങനെ ദുനിയവിയായ അദാബ് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണമായി ഖുർആൻ എടുത്തു പറഞ്ഞ സംഗതി എന്താണ്? കുറ്റം പരികലാണ്. സമൂഹത്തിൽ കുറ്റങ്ങൾ, തെറ്റായ പ്രവണതകൾ വർദ്ധിക്കുക, അതാകുന്നു അള്ളാഹുവിന്റെ നിഅമത്തുകൾ തടയപ്പെടാനുള്ള കാരണം എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നു. അലം യറൗ കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിൻ ഖർറിൻ മക്കന്നാഹും ഫിൽ അർളി മാ ലം നുമക്കിൽ ലക്കും വഅർസൽനാ സമാഅ അലൈഹിം മിദ്റാറാ വജഅൽനാ അൽ-അൻഹാറ തജ്രി മിൻ തഹ്തിഹിം വഅഹ്ലക്നാഹും ബിദുനൂബിഹിം വഅൻസൈനാ മിൻ ബഅദിഹിം ഖർനൻ ആഖരീൻ എന്ന് സൂറത്തുൽ അൻആമിന്റെ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു. അലം യറൗ, അവർ കണ്ടില്ലേ? അവർക്ക് മുമ്പുള്ള എത്രയെത്ര തലമുറകളാണ് നാം നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളത്. ഒരുപാട് തലമുറകൾ ലോകത്തുണ്ടായിട്ടുണ്ട്. പല തലമുറകളും അള്ളാഹുവിങ്കൽ നിന്നുള്ള അദാബ് കൊണ്ട് നശിച്ചുപോയവരാണ്. മിൻ ഖർനിൻ മക്കന്നാഹും ഫിൽ അർള്, ഭൂമിയിൽ നാം അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഭൂമിയിൽ അല്ലാഹു തആല നൽകിയിട്ടുള്ള സൗകര്യങ്ങൾ അനുസരിച്ച് ജീവിച്ചവരാണവർ. മാലം നുമക്കിൽ ലക്കും, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള സൗകര്യങ്ങളെക്കാൾ കൂടുതൽ എല്ലാവിധ സൗകര്യങ്ങളും നൽകപ്പെട്ടവരായിരുന്നു നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ജനസമൂഹങ്ങൾ. അങ്ങനെയുള്ള എത്രയോ സമുദായങ്ങളെ അല്ലാഹു തആല നശിപ്പിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. വഅർസൽനാ സമാഅ അലൈഹിം മിദ്റാറാ, അതായത് ഒരു ജനസമൂഹത്തിൽ സുഭിക്ഷത നിലനിൽക്കാൻ ഒന്നാമതായി വേണ്ടത് എന്താണ്?
അവിടെ ധാരാളം മഴ കിട്ടുക എന്നതാണ്. അപ്പൊ അർസൽന സമാ അലൈഹിം മിദ്റാറ, അവർക്ക് സുഭിക്ഷമായി നാം മഴ വർഷിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ടവരായ ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സൗകര്യങ്ങൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അവർക്ക് നൽകിയ സൗകര്യങ്ങളിൽ ഒന്നാണ് സുഭിക്ഷമായ മഴ കൊടുത്തു എന്നുള്ളത്. വജഅൽനൽ അൻഹാറ തജ്രീ മിൻ തഹ്തിഹിം, അവരുടെ താഴ്ഭാഗങ്ങളിലൂടെ പുഴകൾ ഒഴുകിയിരുന്നു. വെള്ളം മഴ വർഷിക്കുമ്പോഴാണ് പുഴകൾ ഉണ്ടാകുന്നത്. അങ്ങനെ പുഴകൾ കൊണ്ടും ജലസമൃദ്ധി കൊണ്ടും ജീവിതത്തിൽ ഐശ്വര്യം നേടിയവരായ ആളുകളാണവർ. ഫഅഹ്ലക്നാഹും ബിദുനൂബിഹിം, അങ്ങനെ ജീവിതത്തിലെ സുഭിക്ഷതകളിൽ കളിയായി ജീവിച്ചവരായ ആളുകളിൽ പിന്നീട് ഉണ്ടായ കാര്യം എന്താ? അവരിൽ ദുനൂബ് പെരുകി, കുറ്റങ്ങൾ പെരുകി, അധാർമികമായ വാസനകൾ വളർന്നു. അതിന്റെ ഫലമായി ഫഅഹ്ലക്നാഹും, നാം അവരെ നശിപ്പിച്ചു. എന്നിട്ട് വഅൻശഅനാ മിൻ ബഅദിഹിം ഖർനൻ ആഖരീൻ, ആ നശിപ്പിക്കപ്പെട്ട തലമുറയ്ക്ക് ശേഷം പുതിയൊരു തലമുറയെ അല്ലാഹു തആല കൊണ്ടുവന്നു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പം മനുഷ്യന്റെ നാശം സംഭവിക്കുക എന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണെന്ത്? ജീവിതത്തിൽ, മനുഷ്യന്റെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തിലാകട്ടെ, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരായിട്ടുള്ള തെറ്റും കുറ്റങ്ങളും പെരുകിക്കഴിഞ്ഞാൽ ഈ പറയുന്ന അനർത്ഥങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും. അപ്പോ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന തിരിച്ചടികളെ നമ്മൾ വിലയിരുത്തേണ്ടത് അങ്ങനെയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടികളാകട്ടെ, കുടുംബപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടികളാകട്ടെ, സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടികളാകട്ടെ, അതുപോലെ തന്നെ പ്രകൃതി വിപത്തുകളാകട്ടെ, എല്ലാവരെയും ബാധിക്കുന്ന ദുരന്തങ്ങളാകട്ടെ, ഇതിനൊക്കെ ഒരു മുസ്ലിമായ മനുഷ്യൻ വിലയിരുത്തേണ്ടത് എന്താണ്? അല്ലാഹു തആല നമ്മളിൽ ഉണ്ടാക്കിയിട്ടുള്ള പരീക്ഷണമാകുന്നു ഇത്. ആ പരീക്ഷണം എന്ന് പറയുന്നത് ഒരുപക്ഷെ സമൂലമായ നാശമാണ് എങ്കിൽ ഒരു കാലത്തും നന്നാവുകയില്ല എന്ന് വരുന്ന സമൂഹത്തിനാണ് പരിപൂർണമായ നാശമുണ്ടാകുന്നത്. അങ്ങനെ അല്ലാത്തവരായ ആളുകൾക്കോ ഇത്തരം പ്രയാസങ്ങളൊക്കെ ഉണ്ടായാൽ അവർക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവുകയും അവർ അള്ളാഹുവിങ്കലേക്ക് മടങ്ങുകയും ചെയ്യുക എന്ന് പറയുന്ന അവസ്ഥ വരും. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുള്ളത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് അല്ലാഹു തആല സുഭിക്ഷമായ മഴ തരും. വയുംദിദുകും ബിഅംവാലിൻ വബനീന, നിങ്ങൾക്ക് അല്ലാഹു തആല സമ്പത്ത് തരും, മക്കളെ തരും. ഇതൊക്കെ ഇല്ലാതെ പോയ കൂട്ടരാണ് ആര്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം. അവർക്ക് ഇതിലൊക്കെ പരാജയം സംഭവിച്ചു. അതുകൊണ്ടാണ് ആ കാര്യം പ്രത്യേകമായി എടുത്തുകൊണ്ട് അവരെ പ്രബോധനം ചെയ്യുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ സമ്പാദ്യങ്ങൾ അല്ലാഹു തആല തിരിച്ചു തരും, നിങ്ങൾക്ക് മക്കളെ തരും. വയജഅൽ ലക്കും ജന്നാത്തിൻ, നിങ്ങൾക്ക് അവൻ തോട്ടങ്ങളെ ഉണ്ടാക്കി തരും. വയജഅൽ ലക്കും അൻഹാറാ, നിങ്ങൾക്ക് പുഴകൾ തരും. ഇതെല്ലാം നിങ്ങൾക്ക് അല്ലാഹു തആല തരും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ കുറ്റങ്ങൾ ഒഴിവാക്കുകയും നിങ്ങളെ തെറ്റുകളെ തിരുത്തുകയും നിങ്ങൾ ശരിയായി തൗബ ചെയ്യുകയും പാപമുക്തരായി തീരുകയും അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യണം. എങ്കിലേ ഈ പറഞ്ഞ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന പാഠമാകുന്നു ഇതിലൂടെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഉമ്മത്തിന് നൽകുന്നത്. എന്നിട്ട് അവരോട് ചോദിക്കുന്നു, മാലക്കും, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? ലാ തർജൂന ലില്ലാഹി വഖാറാ, നിങ്ങൾ അള്ളാഹുവിനെ കൽപ്പിച്ചരുളേണ്ടതായ മഹാത്മ്യം എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? അതെല്ലാവരുമുള്ള ചോദ്യമാണ്. മാലക്കും, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? ലാ തർജൂന ലില്ലാഹി വഖാറാ, അള്ളാഹുവിന് കൊടുക്കേണ്ടതായ ഒരു അളമത്തുണ്ടല്ലോ, ഒരു മഹാത്മ്യം ഉണ്ടല്ലോ, അതെന്തേ നിങ്ങൾ കൊടുക്കാത്തത്? നിങ്ങൾക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതല്ലേ? ഈ അനുഗ്രഹങ്ങളെല്ലാം അനുഭവിച്ച് ജീവിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് ആ അനുഗ്രഹദാതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് നൽകേണ്ടതായ മഹാത്മ്യം കൊടുക്കുന്നില്ല? മാലക്കും ലാ തുഅല്ലിമൂന അല്ലാഹ ഹഖ അളമതിഹി എന്നാണ് അതിന്റെ തഫ്സീർ. അള്ളാഹുവിന് നൽകേണ്ട ശരിയായ മഹാത്മ്യം എന്തുകൊണ്ട് നിങ്ങൾ വകച്ചു കൊടുക്കുന്നില്ല? രണ്ടാമത്തതോ, ലാ തഖാഫൂന അല്ലാഹ ഹഖ അളമതി, അള്ളാഹുവിനെ പേടിക്കേണ്ടതുപോലെ നിങ്ങൾ എന്ത് പേടിക്കുന്നില്ല? നമ്മൾക്കൊക്കെ അള്ളാഹു നൽകുന്ന ഔദാര്യങ്ങളും അവന്റെ അനുഗ്രഹങ്ങളും ഏത് നിമിഷവും തിരിച്ചെടുക്കാൻ കഴിവുള്ളവനാകുന്നു അവൻ. നമ്മുടെ ധിക്കാരം പെരുകുന്നതിനനുസരിച്ച് അത് തിരിച്ചെടുക്കാനും കഴിയുന്നവനാണ് അള്ളാഹു എന്ന വിചാരം നിങ്ങൾക്കുണ്ടാകണം. അത് നിങ്ങൾ എന്തുകൊണ്ട് കൽപ്പിച്ചരുളുന്നില്ല എന്നാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വാചകത്തിലൂടെ ചോദിച്ചതിന്റെ ആശയം എന്നാണ് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ ഖുർആൻ അല്ലാഹു തആല സൂറത്ത് അഅറാഫിലൂടെ ചോദിക്കുന്നു, വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു
ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള് വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. എന്താ പറയുന്നത്? വലൗ അന്ന അഹ്ലൽ ഖുറാ, ആ ഗ്രാമക്കാരായ ആളുകൾ ആയിരുന്നു എങ്കിൽ, ആമനു, അവർ വിശ്വാസികളായിരുന്നുവെങ്കിൽ, വത്തഖൗ, വിശ്വാസികളായാൽ മാത്രം പോരാ, തഖ്വയുള്ളവരും ആയിരുന്നുവെങ്കിൽ. അപ്പോ ഒരു ജനവിഭാഗത്തെ കുറിച്ച് അല്ലാഹു തആല പറയാണ്, അവര് ശരിയായ വിശ്വാസം ഉള്ളവരും അതോടുകൂടി തന്നെ അള്ളാഹുവിൽ ഭക്തിയുള്ളവരും ആയിരുന്നു എങ്കിൽ, അത് കണ്ടീഷനാണ്. ആ കണ്ടീഷൻ പാലിച്ചാൽ എന്താ സംഭവിക്കുക? ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ, ആകാശങ്ങളിൽ നിന്നുള്ള ബറകാത്തുകൾ നാം അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു. വൽ അർള്, ഭൂമിയിൽ നിന്നുള്ളതുമായ ബറക്കാത്തുകൾ അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു. അപ്പൊ ആകാശ ഭൂമികളുടെ ബറക്കാത്തുകൾ അല്ലാഹു തആല ആ ഗ്രാമവാസികളായ ആളുകൾക്ക് തുറന്നു കൊടുക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? അവർ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാത്തവരും തഖ്വ അനുസരിച്ച് ജീവിക്കാത്തവരുമായ ആളുകളായതുകൊണ്ടാണ്. ആ രണ്ട് സംഗതികളും ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ പറയുന്ന സംഗതികൾ ഇല്ലാതാകുന്ന. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഏതേത് അനുഗ്രഹങ്ങളാകട്ടെ, ആ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന കണ്ടീഷൻ ഉണ്ടാണ്. ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹുവിന്റെ നിയമത്ത് ലോകത്ത് നിലനിൽക്കണമെങ്കിൽ കുറച്ചാളുകളെങ്കിലും ഈ പറഞ്ഞ കണ്ടീഷൻ പാലിക്കുന്നവരായിരിക്കണം. ശരിയായ തൗഹീദുള്ളവരായ ആളുകൾ, ഒരു ശിർക്കും ബിദഅത്തും ചെയ്യാത്തവരായ കുറച്ചാളുകളെങ്കിലും ഈ ദുനിയാവിലുണ്ടായാൽ, അവരുടെ ഈമാനിന്റെ ബലത്തിലെങ്കിലും ലോകത്ത് മഴ വർഷിക്കും, അള്ളാഹുവിന്റെ നിയമത്തുണ്ടാകും. ഒരു കവി പറഞ്ഞിട്ടുണ്ട്, ലൗലാ ശുയൂഖുൻ ലില്ലാഹി റുഖഉ വസിബിയത്തും മിനൽ യതാമാ റുള്ളഉ വമുഹ്മലാത്തും ഫിൽ ഫലാത്തി റുത്തഉ സുബ്ബാ അലൈക്കുമുൽ അദാബുൽ ഔജഉ. അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരായ, പ്രായാധിക്യം ഉള്ളവരായ ആളുകൾ ദുനിയാവിൽ ഇല്ലായിരുന്നുവെങ്കിൽ, പ്രായാധിക്യത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കൈ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന, ആരാധനയിൽ മുഴുകുന്ന സാധുക്കളായ പാവങ്ങളായ ആളുകൾ ഈ ദുനിയാവിലില്ലായിരുന്നുവെങ്കിൽ, യതീമുകളായ കുട്ടികൾ ഈ ദുനിയാവിലില്ലായിരുന്നുവെങ്കിൽ, മേഞ്ഞ് തിന്നുകൊണ്ടിരിക്കുന്ന കന്നുകാലികളില്ലായിരുന്നുവെങ്കിൽ, അവരൊന്നും കുറ്റം ചെയ്യുന്നവരല്ല, അത്തരം കന്നുകാലികളും പാവപ്പെട്ട ജനങ്ങളും അള്ളാഹുവിനെ ഇബാദത്ത് കഴിയുന്ന നല്ല വിശ്വാസികളുമായ കുറച്ച് ആളുകളൊക്കെ ഈ ദുനിയാവിൽ ഇല്ലായിരുന്നുവെങ്കിൽ, മഹാഭൂരിപക്ഷം മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങളുടെ പേരിൽ അള്ളാഹുവിന്റെ ശിക്ഷ ദുനിയാവിൽ ഇറങ്ങുമായിരുന്നു എന്നാണ്. അവ ഇല്ലാത്തതെന്തുകൊണ്ടാണ്? കുറച്ച് ആൾക്കാരെങ്കിലും ഇതുള്ളത് കൊണ്ടാണ്. അതാണ് ഈ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ഈ ദുനിയവിയായ ലോകത്ത് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചുകൊണ്ട് അവന്റെ ബറക്കത്തിന്റെ കവാടങ്ങൾ തുറന്നു വരുന്നുണ്ടെങ്കിൽ, ആ മഴയുടെ ഉൽപ്പാദിപ്പിച്ച് ധാരാളം കൃഷിയും സംവിധാനങ്ങളും സൗകര്യങ്ങളും തന്ന് ഭൂമിയുടെ ബറക്കത്തുകൾ നമുക്ക് തുറന്നു തരുന്നുണ്ടെങ്കിൽ, അത് ദുനിയാവിൽ ജീവിക്കുന്ന ഏതെങ്കിലും ശരിയായ വിശ്വാസത്തിന്റെ അവകാശികൾ ഉള്ളത് കൊണ്ടാണ് എന്നേ നമുക്ക് സമാധാനിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അത് തീരെ ഇല്ലാത്തവരായ ജനസമൂഹം ായിരുന്നു അവരെന്താ ചെയ്തത്? വലാകിൻ കദ്ദബൂ, അവർ കളവാക്കി. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ സമ്പാദിച്ചുണ്ടാക്കിയതിന്റെ പേരിൽ സമൂലമായി നാം അവരെ നശിപ്പിച്ചു. ഒരു ഗ്രാമവാസികളെ സമ്പൂർണമായി നശിപ്പിക്കാനുള്ള കാരണം അവരിൽ ഈമാനുള്ള ഒരാളും ഇല്ലാതിരിക്കുക, അതേപോലെ തന്നെ തഖ്വയുള്ളവരായ ആളുകൾ തീരെ ഇല്ലാതിരിക്കുക, എല്ലാവരും തനിയെ തോന്നിവാസികളായി ജീവിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോ സമ്പൂർണമായി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തടയപ്പെട്ടു എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതൊക്കെ ഈ കാലഘട്ടത്തിൽ, ഈ പ്രത്യേകമായ സന്ദർഭത്തിൽ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകേണ്ടതാണ്. മഴയില്ലാതെ പ്രയാസപ്പെടുന്നുണ്ടോ? നമ്മൾ ആ സമയത്ത് ഓർക്കേണ്ട കാര്യമാണ്. നമ്മൾ ഏതേത് ദുരന്തങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, ആ ദുരന്തങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വേണം, ഇതൊക്കെ നേരെ വഴിയിലേക്ക് നടത്താൻ വേണ്ടി അല്ലാഹു തആല തരുന്നതാണ്. അവന്റെ ബലാകുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ ബലാവിൽ നമ്മൾ പാഠം പഠിച്ചിട്ടില്ല എങ്കിൽ സമൂലമായ നാശത്തിലേക്ക് പോകേണ്ട ഗതികേട് നമുക്കുണ്ടാവുകയായിരിക്കും അതിന്റെ ഫലം എന്ന ഓർമ്മ നമുക്ക് വേണം. മഴ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം തടയപ്പെട്ടാൽ ലോകത്ത് പിന്നെ മനുഷ്യന് ജീവിക്കാനേ സാധ്യമല്ല എന്ന വസ്തുത നമ്മൾ ബോധ്യപ്പെടണം. അഫറഅയ്തും മാ അല്ലതീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളമുണ്ടല്ലോ, ആ വെള്ളത്തെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി, നിങ്ങളാണോ മേഘപാളിയിൽ നിന്നും ആ മഴ ഇറക്കി തന്നത്? അം നഹ്നുൽ മുൻസിലൂൻ, അല്ല നമ്മളാണോ അത് ഇറക്കുന്നത്?
അത് ദുനിയാവിൽ മനുഷ്യന് കഴിയാത്ത കാര്യമാണ്. നിങ്ങൾക്ക് ആര് വിചാരിച്ചാലും കഴിയില്ല. മേഘപാളികളെ സഞ്ചരിപ്പിക്കുകയും കാറ്റടിപ്പിക്കുകയും അതിലൂടെ മഴ വർഷിപ്പിക്കുകയും ചെയ്യാന്നുള്ളത് അള്ളാഹുവിന്റെ ആധിപത്യത്തിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ വിചാരിച്ചാൽ കഴിയില്ല. ലൗ നശാഉ ലജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ. നാം വിചാരിച്ചിരുന്നുവെങ്കിൽ ആ മഴവെള്ളത്തെ കുടിക്കാൻ പറ്റാത്ത ഉപ്പുവെള്ളമാക്കി നാം മാറ്റുമായിരുന്നു. നമുക്ക് കുടിക്കാൻ പറ്റിയ വെള്ളം എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് വരണം, മഴയായി വർഷിക്കണം. ആ ആകാശത്ത് നിന്ന് ഇറങ്ങുന്ന മഴ ഉപ്പുവെള്ളമാണ് എങ്കിൽ ലോകത്തൊരു കൃഷി ഉണ്ടാവില്ല. ഉപ്പുവെള്ളം കൊണ്ട് കൃഷി ഉണ്ടാക്കൂല, ഉപ്പുവെള്ളം കുടിക്കാൻ പറ്റൂല. അത് മനുഷ്യന്റെ ശരീരത്തിന് ദോഷകരമായ സംഗതിയാണ്. അപ്പൊ അതാണ് ഖുർആൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അഫറഅയ്തും മാ അല്ലതി തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളം നിങ്ങൾ കണ്ടില്ലേ? അതിനെപ്പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളാണോ അത് മേഘപാളിയിൽ നിറക്കുന്നതാണോ നമ്മളാണോ ഇറക്കുന്നത്? ലൗ നശാ, നമ്മൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലജഅൽനാഹു ഉജാജൻ, നാം അത് ഉപ്പുവെള്ളമാക്കുമായിരുന്നു. ഫലൗലാ തശ്കുറൂൻ, എന്തേ നിങ്ങൾ നന്ദിയുള്ളവരാകാത്തത്? ഇതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹം, അള്ളാഹുവിന്റെ മാത്രം അനുഗ്രഹമാണ്. ആ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടും നിങ്ങൾക്ക് എന്തേ നന്ദിയുള്ളവരാകാൻ കഴിയാത്തത് എന്നാണ് അള്ളാഹു തആല നമ്മളോട് ചോദിക്കുന്നത്. ആ ചോദ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ആ ചോദ്യം നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നാൽ നമ്മൾ ശരിയായ പാതയിലാവും. ആ ചോദ്യം നമ്മുടെ മനസ്സിലില്ലേ? ഏത് അള്ളാഹുവിന്റെ ഏത് അനുഗ്രഹമാട്ടെ, ആ അനുഗ്രഹങ്ങളൊക്കെ ഈ ചോദ്യം ബാക്കിയായി കിടക്കും. ആ ചോദ്യം നമ്മൾ അലട്ടാത്ത കാലത്താണ് നമ്മൾ വഴി തെറ്റി ജീവിക്കുക എന്ന് പറയുന്ന സംഗതി ഉണ്ടാകുന്നത്. മനുഷ്യന്റെ എല്ലാ ദുരന്തത്തിനും കാരണമാകുന്നതും അത് തന്നെയായിരിക്കും എന്ന ബോധ്യം ആണ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാലടികളെയും മുന്നോട്ട് നയിക്കേണ്ടത് എന്ന ബോധം നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ബോധമുള്ള നല്ല വിശ്വാസികളായി ജീവിച്ച് മരിച്ചു പോകാനുള്ള തൗഫീഖ് നമുക്കെല്ലാം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരാൾ പള്ളിയിലേക്ക് കയറി വന്നാൽ പള്ളിയോടുള്ള ആദരവ് ബഹുമാനം എന്ന നിലയിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, അതിന് തഹിയ്യത്തുൽ മസ്ജിദ് എന്ന് പറയാം. അത് ചെയ്തുകൊണ്ട് ഒരാൾക്ക് ഇരിക്കാൻ പാടുള്ളൂ എന്നതാണ് സുന്നത്ത്. അത് നമ്മൾ ചെയ്യണം. ഇനി ചെയ്യുന്നവരായ ആളുകൾ തന്നെ അതിൽ വലിയൊരു തെറ്റ് വരുന്നുണ്ട്. എന്താണത്? ഒരാൾ പള്ളിയിൽ നിന്ന് ഇങ്ങനെ നേരെ കയറി വരുന്നു, അയാൾക്ക് എവിടെയാണോ സ്ഥലം കിട്ടുന്നത് അവിടെ നിന്നിട്ടാണ് നിസ്കരിക്കുന്നത്. അത് ശരിയല്ലാത്ത ഒരു രീതിയാണ്. അങ്ങനെ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് സുത്ര സ്വീകരിച്ചുകൊണ്ടേ നിസ്കരിക്കാൻ പാടുള്ളൂ. സുത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു സംഗതി വേണം. അതിനാണ് ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആൾക്കാർക്ക് വന്നിട്ട് സുത്രയായി നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ തൊട്ട് പിന്നാലെ നിന്നുകൊണ്ടേ നിസ്കരിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുന്നവന്റെ മുന്നിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് നടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതിനാണ് സുത്ര എന്ന് പറയാം. അതൊക്കെ വെച്ചുകൊണ്ടേ നിസ്കരിക്കാൻ പാടുള്ളൂ. നിസ്കരിക്കുന്നവന്റെ മുന്നിൽ കൂടി പോയി കഴിഞ്ഞാൽ അവനെ തടയാനുള്ള അവകാശം ഉണ്ടെന്നാ. അത്രയും ഗുരുതരമായ കുറ്റകരമായ സംഗതിയാണ്. അപ്പൊ നമ്മൾ നിന്ന് നിസ്കരിച്ചിട്ട് നമ്മുടെ മുന്നിൽ കൂടി ചില ആൾക്കാർക്ക് നടന്നു പോകാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയാൽ അതിന്റെ ഉത്തരവാദി ആരാണ്? നമ്മളാണ് അതിന്റെ കുറ്റക്കാരായി തീരുന്നത് എന്ന ബോധ്യം നമുക്ക് വേണം. അപ്പൊ ഇതൊക്കെ നിസാരങ്ങളായ കാര്യങ്ങളാണെങ്കിലും നമ്മൾ അങ്ങേയറ്റം ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ്. ഏതൊരു സംഗതിയെയും നമ്മൾ ദീനിന്റെ കണ്ണാടിയിലൂടെയാണ് കാണേണ്ടത്, ദീനുൽ ഇസ്ലാമിന്റെ പ്രമാണത്തിലൂടെയാണ് കാണേണ്ടത്, സുന്നത്തിലൂടെയാണ് കാണേണ്ടത്. അങ്ങനെയാവുമ്പോൾ മാത്രം